اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبه نستعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. 68ാമത്തെ ഹിക്മത്താണ് നമ്മൾ പറയാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറയാണ്, ഖൗമുൻ അഖാമഹുമുൽ ഹഖ് ലിഖിദ്മതിഹി വഖൗമുൻ ഇഖ്തസ്സഹും ബിമഹബ്ബതിഹി കുല്ലൻ നുമിദ്ദു ഹൗലാഇ വഹൗലാഇ മിൻ അതാഇ റബ്ബിക വമാ കാന അതാഉ റബ്ബിക മഹ്ളൂറ. ഖൗമുൻ ഒരു വിഭാഗം ആളുകൾ, അഖാമഹുമുൽ ഹഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നിർത്തിയിരിക്കുന്നു, ലി ഖിദ്മതിഹി അവന്റെ സേവനത്തിന് വേണ്ടി, അവനക്ക് ഖിദ്മത്ത് എടുക്കാൻ വേണ്ടി. വ ഖൗമുൻ വേറൊരു വിഭാഗം ആളുകൾ, ഇഖ്തസ്സഹും അവരെ അല്ലാഹു തആല പ്രത്യേകമാക്കിയിരിക്കുന്നു, ബി മഹബ്ബതിഹി അവന്റെ മഹബ്ബത്ത് കൊണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ചില ആളുകൾക്ക് എന്തുണ്ടാവൂല, ഓരോ ദിക്റുകളും ആരാധനകളൊക്കെ ധാരാളം ചെയ്യുന്നുണ്ടെങ്കിലും അവർക്കൊരു വിലായത്തിന്റെ അടയാളമൊന്നും അവരിൽ കാണൂല. ആരിഫീങ്ങളെ അടയാളങ്ങളോ അല്ലെങ്കിൽ മുഹബ്ബീങ്ങളെ ശോഭയൊന്നും അവരിൽ കാണൂല എന്ന് പറഞ്ഞു. അയിന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ ഈ രണ്ടാൾക്കാരെടുത്തത്. ഏത്? ആരിഫീങ്ങളാകുന്ന ആൾക്കാർ, അതുപോലെ മുഹബ്ബീങ്ങളാകുന്ന ആൾക്കാർ. അതുപോലെ തന്നെ ഇത് രണ്ടും അല്ലാതെ അല്ലാഹു തആല ഖിദ്മത്തിന് വേണ്ടി മാത്രം നിർത്തിയ ചില ആളുകൾ. എന്നോട് നോക്ക, ഖൗമുൻ ഒരു വിഭാഗം ആളുകൾ, അഖാമഹും അല്ലാഹു അവരെ നിർത്തിയിരിക്കുന്നു, ലി ഖിദ്മതിഹി അല്ലാഹു തആലാക്ക് സേവനം ചെയ്യാൻ വേണ്ടി. എന്നാൽ വ ഖൗമുൻ മറ്റൊരു വിഭാഗം ആളുകൾ, ഇഖ്തസ്സഹും അല്ലാഹു തആല അവരെ പ്രത്യേകമാക്കിയിരിക്കുന്നു, ബി മഹബ്ബതിഹി അവന്റെ മഹബ്ബത്ത് കൊണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഇത് രണ്ടും മഹാന്മാര് തന്നെയാണ്. ഒരു അഭിപ്രായ പ്രകാരം രണ്ടും വിലായത്ത് നൽകപ്പെട്ട ആൾക്കാർ തന്നെയാണ്. ഇഖ്താറഹുമുൽ ഹഖ് തആല അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തിരഞ്ഞെടുത്തത് ലി ഖിദ്മതിഹി അല്ലാഹു തആലാക്ക് സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വഹുമുൽ ആബിദൂൻ ഈ വിഭാഗം ആളുകൾക്ക് എന്താ പറയാ? ആബിദീങ്ങൾ എന്നാണ് പറയാ. എന്നാൽ രണ്ടാമത്തെ ഒരു വിഭാഗം ആളുകളുണ്ട്, അവരെ അല്ലാഹു തആല തിരഞ്ഞെടുത്തത് ലി ദുഖൂലി ഹളറതിഹി അല്ലാഹുവിന്റെ ഹളറത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ്. വഹും അവർക്ക് അല്ലാഹു തആല പറഞ്ഞ പേര് അൽ ആരിഫൂന വൽ മുഹിബ്ബൂൻ. അവർ ആരിഫീങ്ങളുമാണ്, ആരുമാണ്? മുഹിബ്ബീങ്ങളുമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ അള്ളാഹുവിന്റെ മഅരിഫത്ത് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇപ്പൊ നമ്മൾ ലാഹിറായ ഒരു കാര്യം പറയാം. ഒരു വീട്ടിൽ തന്നെ ഒരു വാപ്പാക്ക് 3 മക്കളുണ്ടെങ്കിൽ ഒരു വിഷയം വന്ന ഒരാൾക്ക് അത് പക്വമായി നേരിടാനുള്ള ചങ്കൂറ്റുണ്ടാവും. എന്നാൽ ആ വാപ്പാന്റെ മകൻ തന്നെയായിരിക്കും രണ്ടാമത്തെ ആള്, അയാൾ ആ വിഷയത്തിൽ ഭീരു വയ്ക്കാൻ. എന്നാ വേറെ ഒരാളുണ്ടാവും, എന്നാ മൂപ്പരിങ്ങനെ മുമ്പക്ക് നിൽക്കും ചുറ്റും, എന്നാ ഒരു വിഷയം വന്നാൽ ബാക്കിക്കാൻ പോവുകയും ചെയ്യും. ഇതേ വിഷയം ഏതിനുണ്ട്? ബാത്തിനുണ്ട്. അള്ളാഹുവിന്റെ മഅരിഫത്ത് എന്ന് പറഞ്ഞാല് അത് ഒരു സാധാരണ ഒരു വ്യക്തിക്ക് താങ്ങാൻ പറ്റുന്ന ഒരു വിഷയമല്ല. സാധാരണ ഒരു വ്യക്തിക്ക് താങ്ങാൻ പറ്റുന്ന ഒരു വിഷയമല്ല എന്ത്? ഈ മഅരിഫത്ത്, ഇർഫാനി എന്നൊക്കെ പറയുന്നത്. അത് അത്രയും ക്വാളിറ്റി ഉള്ള ആളുകൾക്ക് മാത്രമേ അത് ഉൾക്കൊള്ളാൻ എന്ത് ചെയ്യുള്ളൂ? കഴിയുള്ളൂ. അല്ലാത്ത ആളുകളിലേക്ക് അത് എത്തിക്കഴിഞ്ഞാൽ അവർ സ്വമേധയാൽ ഭ്രാന്തന്മാരായി പോകും. സ്വമേധയാൽ അതിലെന്ത് ചെയ്യും? അത് ഉൾക്കൊള്ളാൻ കഴിയാതെ ഒരെ മനോനില തെറ്റി ഒരു വേറെ ലോകത്തേക്ക് പോകും. ബഹുമാനപ്പെട്ട അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറയാണ്, ഇത്വല അല്ലാഹു സുബ്ഹാനഹു വ തആല അലാ ഖുലൂബി ഔലിയാഇഹി
അള്ളാന്റെ ഔലിയാക്കൾ ഹൃദയത്തിലേക്ക് അള്ളാഹുത്താല ഇങ്ങനെ നോക്കിയപ്പോ ഫമിൻഹും അവരിൽപ്പെട്ട ആൾക്കാരാണ് ചില ആൾക്കാർ ലം യസ്ലഹ് ലി ഹംലിൽ മഅരിഫത്തി, ഓൽക്ക് അള്ളാന്റെ മഅരിഫത്ത് ചുമക്കാൻ എന്ത് ചെയ്യൂല, കഴിയില്ല. അള്ളാഹുവിന്റെ മഅരിഫത്ത് അത് താങ്ങാനുള്ള ഒരു കഴിവാണ്ടേ, അതിന് കഴിയില്ല. അപ്പൊ അള്ളാഹുത്താല എന്ത് ചെയ്തു അറിയോ, ഫശഗലഹും ബിൽ ഇബാദ, ഓൽ അള്ളാഹുത്താല ഇബാദത്ത് കൊണ്ട് ജോലിയാക്കി. വിലായത്ത് എന്ന് പറയുന്ന ആ ബഹുമതി ഓൽക്ക് അള്ളാഹുത്താല കൊടുത്തു. പക്ഷെ ഓൽക്ക് ഈ മഅരിഫത്ത് താങ്ങാൻ പറ്റാത്തത് കൊണ്ട് എന്ത് ചെയ്തു. ഇന്ന് ഞാനിപ്പോ സാവിയിൽ പോയിട്ട് ഒരു ക്ലാസ് എടുത്തു ഫതഹിനെ സംബന്ധിച്ച്. ഫതഹ് എന്ന് പറയുന്ന സാധനം 3 നിലക്കുണ്ട്. അതായത് ഒരു മനുഷ്യൻ അള്ളാഹുത്താല അങ്ങോട്ട് തുറന്നു തരിക, അത് 3 നിലക്കുണ്ട്. ഒന്ന് ഫതഹുൽ കൗനിയ്യ് എന്ന് പറയും, 2 ഫതഹുൽ മലക്കൂത്തി, 3 ഫതഹുൽ റബ്ബാനി. ഈ ഫതഹുൽ കൗനിയ്യ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ആ ഫതഹ് അള്ളാഹുത്താല ഒരു മനുഷ്യന് നൽകി കഴിഞ്ഞാൽ ജിന്നുകൾ അവനക്ക് കാണാൻ കഴിയും. ഈ ലോകത്തുള്ള ജന്തുജാലങ്ങൾ ഉണ്ടല്ലോ, അതിന്റെ രഹസ്യം അള്ളാഹുത്താല അവനക്ക് എന്ത് ചെയ്യും, അറിയിച്ചു കൊടുക്കും. അവരോട് സംസാരിക്കാനുള്ള കഴിവ് അള്ളാഹുത്താല കൊടുക്കും. അവരുടെ ഭാഷ അള്ളാഹുത്താല അറിയിച്ചു കൊടുക്കും. ഇതെല്ലാവർക്കും കഴിയോ? നിങ്ങൾക്ക് ഈ നടന്നു പോകുന്ന വഴിയിലുള്ള എല്ലാ സാധനത്തിന്റെയും ഭാഷ നിങ്ങൾക്ക് അറിഞ്ഞാൽ നിങ്ങൾ പരീക്ക് പേടിച്ചു കൊണ്ടൂലേ? അല്ലെ? പല വിഷയങ്ങളും അറിയാത്ത പല വിഷയങ്ങളും വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോ ഒന്നും വേണ്ട, നമുക്ക് എന്തെങ്കിലും ഒരു വിഷയം, ഒരു വെള്ളം മാറിക്കഴിഞ്ഞ ഒരു പനി വന്നാല് ആ പനി വറച്ചുള്ള പനി അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അല്ലെ? ഒരു പനി വന്നാൽ നമുക്ക് താങ്ങാൻ പറ്റുമോ? ലാഹിരിയായ ഒരു സാധനമാണല്ലോ, ഒരു നിഖ്മത്താണല്ലോ പനി. അത് ശരീരത്തിലേക്ക് ശരിക്ക് വന്നാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, പുതപ്പിട്ട് അതിന്റെ മേലൊരു പുതപ്പ്, പിന്നെ അതിന്റെ മേലൊരു പുതപ്പ്, എന്നിട്ടും എന്ത് ചെയ്യൂല നമ്മളെ. ഇങ്ങനത്തെ ഞമ്മക്ക് അള്ളാഹുത്താല മഅരിഫത്ത് തന്നാല്, എന്നാ ചില ആൾക്കാരെ കണ്ടിട്ടില്ല നിങ്ങൾ, ഏത് പനിയിലും ഓലപ്പോഴും കാണാം പാടത്ത് ഇങ്ങനെ നിൽക്കും, അല്ലെ? പനി അതൊന്നും കുഴപ്പമില്ല, അങ്ങനത്തെ ചില ആൾക്കാരുണ്ടാവും. ഇതേപോലെ തന്നെയാണ് ഇത് ഞങ്ങൾക്ക് നാടൻ ആളുകൾക്ക് അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞതാ. ഇതേപോലെ തന്നെയാണ് അള്ളാഹുവിന്റെ മഅരിഫത്തും. അത് താങ്ങാൻ പറ്റുന്ന ഹൃദയങ്ങളിലേക്ക് അള്ളാഹുത്താല അത് കൊടുക്കുള്ളൂ. അല്ലാത്തോലെ അള്ളാഹുത്താല എന്ത് ചെയ്യും, ഓൽക്ക് അള്ളാഹുത്താല ധാരാളം ദിക്ർ ചെല്ലാനും നിസ്കരിക്കാനും നോമ്പ് വെൽക്കാനും ഖുർആൻ ഓതാനും അതിനൊക്കെ ഉള്ള ഒരു കഴിവ് അള്ളാഹുത്താല. അതുപോലെ അതിലങ്ങനെ കഴിഞ്ഞു പോകും. എന്നാൽ ഓൽക്കും എന്തുണ്ടാകും, വിലായത്തിന്റെ പദവി ഓൽക്കുണ്ടാവും. അപ്പൊ ഇങ്ങനെ 2 കൂട്ടർ എന്തുണ്ട്, 2 കൂട്ടർ അള്ളാഹുത്താല സംവിധാനിക്കുന്നതാണ്. ഇവിടെ ഇത് പറയാൻ ഒരു കാരണം കൂടിയുണ്ട്. ഞാൻ എപ്പോഴും നമ്മളെ ഇഖ്വാനിങ്ങളോട് പറയലുണ്ട്, ചില ആളുകൾക്ക് ഈ ത്വരീഖത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നാളെ അങ്ങോട്ട് മുറബിയായ ശീഖാകണം, നാളെ തന്നെ അങ്ങോട്ട് ഫത്വഹൊക്കെ കിട്ടിയിട്ട് ഭയങ്കര മക്കാമിലേക്ക് എത്തണം എന്നാണ്. പക്ഷെ അത് എത്താന് എത്ര സ്റ്റേജുകൾ താണ്ടണം എന്നറിയും. ഓന്റെ ഓരോന്നിനെ ഉരുക്കിയിട്ട് വേണം എന്ത് ചെയ്യാന്, ഓന്റെ ഹൃദയത്തിനെ പാകപ്പെടുത്താൻ. അങ്ങനെ പാകപ്പെടുത്തിയതിന് ശേഷമേ ഈ വെളിച്ചം അള്ളാഹുത്താൽ എന്ത് ചെയ്യുള്ളൂ. ഇനിയിപ്പോ ഒന്നും വേണ്ട, ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സയ്യിദുനാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലെ, 2 ആളും കൂടി എന്ത് ചെയ്തു, 7 ആകാശവും കടന്ന് ബഹറുന്നൂറിന്റെ അരികിലെത്തി. അപ്പൊ അള്ളാന്റെ റസൂല് പറഞ്ഞു, എന്ത് ജിബ്രീലെ, ഇതുവരെ നിങ്ങൾ എന്നെ എന്ത് ചെയ്തു, കൂടെ കൂട്ടി, ഇനി ഇവിടെ നിങ്ങൾ എന്നെ എന്ത് ചെയ്യരുത്, ഒറ്റപ്പെടുത്തരുത്. ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ബഹുമാനപ്പെട്ട ഉമർ ഖാദിന്റെ ബൈത്താണ്. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളും, അള്ളാഹുമായിട്ട് മുനാജാത്ത് നടത്തിയിട്ട് പോന്നോളിം എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ എന്റെ കൂടെ പോരാണെങ്കിൽ എനിക്കൊരു ധൈര്യം. ബഹുമാനപ്പെട്ടവരെന്ത് പറഞ്ഞു, ലൗ ദനൗതു, ഞാനെങ്ങാനും അടുത്താൽ, 1 മില്ലി എങ്ങാനും ഞാൻ ഈ വരന്റെ അപ്പുറത്തേക്ക് അടുത്താൽ ഞാൻ ആകെ കരിഞ്ഞു പോകുന്നവർ. ആര്? സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. അള്ളാന്റെ റസൂലോ അത് പോയി കൂളായി 70,000 ലുൽമാനിയത്തിന്റെയും 70,000 നൂറാനിയത്തിന്റെയും മറകൾ താണ്ടി അള്ളാഹുവിനെ കണ്ട് കൂളായിട്ട് തിരിച്ചു വന്നു, ഒന്നും അറിയാത്തമായി. എന്താണ്, അത്രയും സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആരിലുണ്ട്, അള്ളാന്റെ റസൂലിലുണ്ട്. പക്ഷെ ഒരഭിപ്രായ പ്രകാരം ജിബ്രീല് ചിറകിന്റെ ഒരു ഭാഗം വെച്ചപ്പോഴേക്ക് ജിബ്രീൽ പറ്റ ശേഷിയില്ലാത്തവനായി എന്നൊക്കെ താരീഖിന്റെ കിതാബുകളിൽ കാണാൻ കഴിയും. അപ്പൊ എല്ലാവർക്കും എന്ത് ചെയ്യൂല, ഇത് ഉൾക്കൊള്ളാൻ പറ്റൂല. അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കുറെ ദിക്ർ ചെല്ലുന്നുണ്ടല്ലോ, കുറെ ഇബാദത്ത് ഉണ്ടല്ലോ, എന്താ നമ്മളൊരു വെളിച്ചം കാണാത്തത്?
നമ്മളെന്താ ഉമർ ഖാദിനെ പോലും അമ്പ്രതങ്ങളെ പോലും അല്ലെങ്കിൽ മറ്റു ആരിഫീങ്ങളെ പോലും ആകാത്തതെന്ന് ആരും വിചാരിക്കണ്ട. ഒരാള് ശരിക്ക് ഒരിക്കലും എന്ത് ആഗ്രഹിക്കാൻ പാടില്ല? മഅരിഫത്ത് ആഗ്രഹിക്കാൻ പാടില്ല ഒരിക്കലും. ഒരു വലിയ ഒരു മുറബി ആക്കണേ, അല്ലെ ഇന്നൊരു കുത്തുബാക്കണേ എന്നൊന്നും ഒരാൾ പറയാൻ പാടില്ല. പടച്ച റബ്ബിന്റെ തൃപ്തിയാണ് നമ്മളെല്ലാരും ചോദിക്കുന്നത്. മഹദിയാകുന്ന റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ, മഹദി അങ്ങനെയാണ് ചോദിച്ചത്, ഒന്നും വേണ്ട, നിന്റെ തൃപ്തിയാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത് വേണം. അതാണ് നമ്മളൊക്കെ ചോദിക്കേണ്ടത്. അള്ളാഹുബെ നിന്റെ തൃപ്തി, നിന്റെ ഒരു ഇഷ്ടം ഞങ്ങൾക്ക് വേണം. അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ചോദിക്കേണ്ടത്. അത് ഏത് ഭാഷയിൽ എങ്ങനെ ചോദിച്ചാലും അള്ളാഹു താലാക്ക് തൃപ്തിയാണ്. ആരെ മകനാണെന്ന് അള്ളാഹു താലാക്ക് നോട്ടല്ല, ഏത് കുടുംബത്തിലാണെന്ന് അള്ളാഹു താലാക്ക് നോട്ടല്ല, എന്ത് ജോലി എടുക്കണമെന്ന് അള്ളാഹു താലാക്ക് നോട്ടല്ല. ഇഷ്ടപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്തു? കേച്ചിലായി. അള്ളാഹു താല ആരിഫീങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ആലിമീങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, സാധാരണ ജോലിക്കാരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹുവിന് അരിക്കച്ചവടായിരുന്നു, അലി റളിയല്ലാഹുവിന് പുല്ല് പറിക്കുന്ന ആളായിരുന്നു, അബൂ ഹനീഫ് റളിയല്ലാഹുവിന് തൊപ്പിക്കച്ചവടക്കാരനായിരുന്നു, ഇമാം റാസി റളിയല്ലാഹുവിന് പലചരക്ക് കച്ചവടക്കാരനായിരുന്നു. അപ്പൊ അതിലേക്കൊന്നും അള്ളാഹു താലാക്ക് മൂപ്പര് പരിക്കച്ചവടക്കാരനാ, മൂപ്പർക്ക് മാരിഫത്ത് കൊടുക്കൂല, അങ്ങനെയൊന്നുമില്ല. അള്ളാഹു താല തെരഞ്ഞെടുത്താൽ നമുക്ക് കിട്ടും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പോ എന്നിട്ട് ഒരായത്തും കൂടി ബഹുമാനപ്പെട്ട ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ നമുക്കൊരു ഖൈറിന് വേണ്ടി ബഹുമാനപ്പെട്ടവർ പറഞ്ഞു തരുന്നുണ്ട്. കുല്ലൻ, എല്ലാ ആളുകൾക്കും നുമിദ്ദു, നമ്മൾ ദാനമായി നൽകും. ഹാഉലായി വ ഹാഉലായി, ഇക്കൂട്ടർക്കും നൽകും അക്കൂട്ടർക്കും നൽകും. മിൻ അതാഇ റബ്ബിക, നിന്റെ റബ്ബിന്റെ ഔദാര്യത്തിൽ നിന്ന്. അപ്പൊ റബ്ബിന്റെ ഔദാര്യത്തിൽ നിന്ന് എല്ലാവർക്കും അല്ലാഹു തആല എന്ത് ചെയ്യും? കൊടുക്കും. വമാ കാന അതാഉ റബ്ബിക മഹ്ലൂറാ, നിന്റെ റബ്ബിന്റെ ഔദാര്യം ഉണ്ടല്ലോ അതൊരിക്കലും എന്ത് ചെയ്യൂല? തടയപ്പെടൂല. ഇന്ന ആൾക്ക് എന്നൊന്നുമില്ല. റബ്ബിന്റെ ഔദാര്യം ഒരാൾക്കും എന്ത് ചെയ്യൂല? തടയപ്പെടൂല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളോട് അല്ലാഹു തആല പറഞ്ഞ ചില കാര്യങ്ങൾ നിസ്കരിച്ചോളി, നിങ്ങൾ നോമ്പ് നോറ്റോളി, നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോളി, ഖുർആൻ ഓതിക്കോളി, സ്വാലിഹീങ്ങളെ കൂടെ കൂടിക്കോളി. നമ്മൾ അത് അനുസരിക്കാം. നമുക്ക് എന്തേ അല്ലാഹു തആല കണക്കാക്കിയത് അത് മതി, അൽഹംദുലില്ലാഹ്. അതിനേക്കാൾ വലുതൊന്നുമില്ല, അതിനേക്കാൾ വലുത് നമുക്കൊന്നും കിട്ടാല്ല. ആ ഒരു തൃപ്തിയിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? മുന്നോട്ട് പോയാൽ മതി. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ എവിടെയും തിരയണ്ട, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൂടെയുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മസ്നവിയില് ഒരു കഥ പറയുന്നുണ്ട്. ഒരാള് ഒരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോയി നോക്കി കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്? ഒരു നിധി ഉണ്ട് എന്ന് പറഞ്ഞു. ഒരു നിധി ഉണ്ട്, മനസ്സിലാവുണ്ടോ? അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? നല്ല മൂർച്ചയുള്ള അമ്പുണ്ടാക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് ആ സ്ഥലത്ത് പോയിട്ട് ഓരോ ഭാഗത്തേക്കും ഇങ്ങനെ അമ്പ് ചെയ്യും. ഈ അമ്പ് ഇങ്ങനെ തട്ടുമ്പോ ഒരു ടിന്നിന്റെ ഒച്ച കേട്ട് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? നിധി ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇയാൾ എല്ലാ ഭാഗത്തും എന്ത് ചെയ്തു? അമ്പ് ചെയ്തു. അവിടെ ഒന്നും കണ്ടില്ല. എന്നിട്ട് അയാൾ നിരാശനായി പെരയിൽ പോയി. അന്ന് കടന്നുറങ്ങുന്ന സമയത്ത് പിന്നെയും ആ വന്ന ആള് പറഞ്ഞു, ആ നിധി ഉള്ളത് നിങ്ങൾ നിന്ന സ്ഥലത്താണ്. നിങ്ങളിപ്പോ എന്തേ കാട്ടി? ഒരു സ്ഥലത്ത് നിന്നിട്ട് എല്ലായിടത്തും അമ്പ് ചെയ്തു. നിങ്ങളെ നിന്ന സ്ഥലത്താണ് എന്തുള്ളത്. ഞാൻ ബഹുമാനപ്പെട്ട ആരും അറിയാം, നമ്മളെ അസ്ഹരി തങ്ങൾ ഉണ്ടല്ലോ, നമ്മളെ സമസ്തന്റെ പ്രസിഡന്റ് അസ്ഹരി തങ്ങൾ. അദ്ദേഹം ഭയങ്കര കിതാബിയായ ആളാണ്. അസ്ഹരി തങ്ങളെ കുറിച്ച് ഒരു കഥ കേട്ടുക്കണം. ഒരു മുപ്പരൊരു കുറ്റിയടിച്ചാൻ വേണ്ടി പോയി തരാം. അപ്പോ ഒരാശാരിയും വന്നിക്കണം. അപ്പൊ ഈ ആശാരിക്ക് ഇത് വിവരം ഉണ്ടോന്നൊന്നും അറിയണല്ലോ. അപ്പൊ മുപ്പരെത്തിയതും ഒരു കസാല ഇട്ടിട്ട് ഒരു സ്ഥലത്ത് പോയിരുന്നു. ഇത് അസരിതങ്ങൾ പറഞ്ഞ നിങ്ങൾ പ്രധാനപ്പെട്ട കുറ്റി അവിടെ വെക്കണിച്ചാൽ നോയിക്കോളി എന്ന് പറഞ്ഞു. അസരിതങ്ങളെ കസാല ഇട്ട് അവിടെ ഇരുന്നു. അപ്പൊ ഈ ആശാരി എടുക്കനാ. ആശാരി കുറെ നോക്കിയിട്ട് എവിടെയും കിട്ടും. അവസാനം പറഞ്ഞു, നിങ്ങൾ ആ കസാല ഇട്ട സ്ഥലത്താണ് എന്ത് കുറ്റിയടിച്ചിട്ടുണ്ട്. അത് അസരിതങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കി അവിടെയാണ് കുറ്റിയടിച്ചേണ്ടത്. അപ്പൊ ഇയാൾക്ക് അറിയോ നോക്കാൻ വേണ്ടി അസരിതങ്ങൾ എന്ത് ചെയ്തിക്കാണ്? ഒരു കസാലട്ട അവിടെ ഇരുന്നിക്കാണ്. കുറെ കണക്കൂട്ടിയിട്ടാണ് ആശാരിക്ക് എന്ത് ചെയ്തത്? അത് തിരിഞ്ഞത് ഇവിടെ സ്ഥലം. മൂപ്പർക്ക് കണ്ടപ്പോ തന്നെ എന്ത് ചെയ്തു? ഈ സ്ഥലമാണെന്ന് എന്ത് ചെയ്തത്? ഈ സ്ഥലമാണെന്ന് എന്ത് ചെയ്ത് വിഷയം മനസ്സിലായി. അപ്പൊ നമ്മളിപ്പോ ഇത് പറയാനുള്ള കാരണം എന്താ? അപ്പൊ ഈ വ്യക്തി എല്ലായിടത്തേക്കും അമ്പ് ചെയ്തു. പക്ഷെ അയാൾ നിന്ന സ്ഥലത്താണ് എന്തുള്ളത്? നിധി ഉള്ളത്. അതേമാതിരി
അള്ളാഹ് എന്ന് പറയുന്നത് നമ്മളെ ഉള്ളിലാണ്. നമ്മൾ ഉള്ളിലേക്കാണ് എന്ത് ചെയ്യുക, എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ ഉള്ളിലേക്കാണ് സഞ്ചരിക്കേണ്ടത്. ഖൽബും റൂഹും സിറും ഖഫിയും മഖ്ഫയും കടന്ന് ലതായിഫ് അനയിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സഞ്ചരിക്കേണ്ടത്. ആ നിധിയെ നമുക്ക് തന്നെ എന്ത് ചെയ്യാം അല്ലെ, അകക്കൺ തുറന്നൊന്നു നോക്കുന്നു കേട അല്ലെ, ഉത്സാരമോർത്താൽ ഉറങ്ങാമ പൊട്ട എന്ന് പറയുന്നുണ്ടല്ലോ. നിന്റെ ബഹുമാനപ്പെട്ട സുജായി മൊയ്ദ് മുസ്ലിയാർ പറയുന്നുണ്ട്, നിന്റെ ഉള്ളിൽ ഒരു എന്തുണ്ട്, ഒരു ചെപ്പുണ്ട്. ആ ചെപ്പിലാണ് അള്ളാഹ് എന്ന് പറയുന്ന മുത്തിരിക്കുന്നത്. അത് നീ എന്ത് ചെയ്യണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ദിക്റ് ധാരാളമായി ചൊല്ലി, ധാരാളം നിസ്കരിച്ചുകൊണ്ട് ഔറാദുകൾ ചൊല്ലി നീ അത് പുറത്തേക്ക് എടുക്കണം. അപ്പൊ മനസ്സിലാവും നമ്മൾ അവിടെ ഇവിടെയൊക്കെ അള്ളാഹിനെ തെരഞ്ഞു, അള്ളാഹ് നമ്മളെ കൂടെ ഉണ്ട് നമുക്ക് അപ്പോഴാണ് എന്ത് ചെയ്യുള്ളൂ, ബോധ്യപ്പെടുള്ളൂ. അതിനാണ് ഈ ആരിഫീങ്ങളെ കൂടെ നമ്മൾ കൂടണം എന്ന് പറയാൻ കാരണം. ബഹുമാനപ്പെട്ട സീനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അദ്കിയയിൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ ഹൃദയം നേരാകാനുള്ള 5 കാര്യങ്ങൾ. അതിൽ 5ാമത്തെ കാര്യം മുജാലസാത്തു സ്വാലിഹീനൽ ഫുള്ളലാണ്. അള്ളാഹുവിന്റെ ആരിഫീങ്ങളുമായുള്ള ബന്ധമാണ്. അപ്പോഴാണ് നമ്മൾ ഇതിന്റെ ഹഖീഖത്ത് എന്താണെന്ന് അറിയുള്ളൂ. ഒരു ഉദാഹരണം കൂടിയും പറയാം. ഇബ്നു സീന എന്ന് പറയുന്ന ആൾ കേട്ടിട്ടുണ്ടാവും. ഭയങ്കര തത്വചിന്തകനായിരുന്നു. ഈ പ്രപഞ്ചത്തിന്റെ ഓരോ കാര്യങ്ങളും ചിന്തിച്ച് അതിന്റെ നതീജ കണ്ടെത്തി നടക്കുന്ന ആളായിരുന്നു ആര്, ഇബ്നു സീന. ആ ഇബ്നു സീന അബുൽ ഖൈർ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ആരിഫായ ഒരു വലിയനെ കണ്ടുമുട്ടി. അബുൽ ഖൈർ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ആരിഫായ വലി. അങ്ങനെ ഇബ്നു സീനക്ക് ഇദ്ദേഹം ആരിഫാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് തോനെ സംസാരിക്കണം എന്ന് ആഗ്രഹമായി. അതിന് ഇബ്നു സീനയും അതുപോലെ തന്നെ അബുൽ ഖൈറും ഒരുപാട് നേരം സംസാരിച്ചു. സംസാരം കഴിഞ്ഞിട്ട് രണ്ടാളും 2 വഴിക്ക് പോവുകയാണ്. അപ്പൊ ഇബ്നു സീനനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് അബുൽ ഖൈർ എന്ന് ചോദിച്ചു. ഇബ്നു സീനനോട് എങ്ങനെയുണ്ട് അബുൽ ഖൈർ? അപ്പൊ ഇബ്നു സീന പറഞ്ഞു, നമ്മൾ ചിന്തിക്കുന്ന വഴിയിലൂടെ വളരെ കൂളായി നടന്നു പോകുന്ന ആളാണ് ആര്, അബുൽ ഖൈർ. നമ്മളൊക്കെ ചിന്തയിലുള്ളത് വഴി കൂടെ കൂളായി നടന്നു പോകുന്ന ആളാണ് ആര്, അബുൽ ഖൈർ. അബുൽ ഖൈറിനോട് ചോദിച്ചു, അല്ല എങ്ങനെയുണ്ട് ഇബ്നു സീന? അപ്പൊ അബുൽ ഖൈർ പറഞ്ഞു, നമ്മൾ കൂളായി നടന്നു പോകുന്ന വഴി കൂടെ അന്ധനായി വടിയും കുത്തി നടക്കുന്ന ആളാണ് ആര്, ഇബ്നു സീന. രണ്ടാളും ഒരേ റൂട്ടാണ്, പക്ഷെ ഒല കാഴ്ചപ്പാടും ഒല മൈരിഫത്തിന്റെ ആ കൂടുതലും നുക്സാനിയത്തും സിയാദത്തും രണ്ടും മാറ്റുണ്ട്. ഇതേപോലെ തന്നെയാണ് പറയുന്ന വിഷയം മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സ്വാലിഹീങ്ങളോട് കൂടുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ. ഇബ്നു സീനന്റെ വിചാരം ഇബ്നു സീന വലിയ മഹാനാണെന്നാണ്. അബുൽ ഖൈറിന്റെ എത്തിയപ്പോഴാണ് മനസ്സിലായത്, ഇന്റെ അടുത്ത് ഒന്നുമില്ല, അബുൽ ഖൈറിന്റെ അടുത്താണ് എല്ലാം ഉള്ളത്, ഞാനൊരു വട്ട പൂജ്യാണെന്ന് അപ്പോഴാണ് ആർക്ക് മനസ്സിലായത്, ഇബ്നു സീനക്ക് മനസ്സിലായത്. അപ്പൊ നമ്മളൊന്നുമില്ല, നമ്മളെ ഇല്ലായ്മ മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം, ആരിഫീങ്ങളാകുന്ന ആളുകളുമായി നമ്മൾ എന്ത് ചെയ്യണം, ബന്ധപ്പെടണം. അപ്പോഴാണ് നമ്മളെ പോരായ്മകളും നമുക്ക് ഇനി ഏത് ഭാഗങ്ങളൊക്കെ ക്ലിയർ ആക്കേണ്ടത്. ഇപ്പൊ നമുക്കൊക്കെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു എന്തുണ്ട്, ഞാൻ ഇപ്പൊ ഏത് മുതൽ നന്നാകണം, എന്റെ ഏത് സ്വഭാവമാണ് ഇപ്പൊ എൻ്റെ ഉള്ളതെന്ന് നമുക്കറിയില്ല. ആരിഫീങ്ങളുമായി ബന്ധപ്പെടുമ്പോ അവർക്ക് മനസ്സിലാകും, ഓർക്ക് ഇന്ന രോഗമാണ് ഹൃദയത്തിനുള്ളത്. അപ്പൊ ആ മരുന്ന് അവര് തരും, നീ സുബഹിക്ക് ശേഷം ഇത് ചൊല്ലിക്കോ, അല്ലെങ്കിൽ ളുഹറിന്റെ ശേഷം ഈ മരുന്ന് ചൊല്ലിക്കോ. ആ മരുന്ന് നമ്മൾ അവര് പറഞ്ഞ പഥ്യപ്രകാരം ക്ലിയറായി നമ്മൾ ചൊല്ലുമ്പോ നമ്മളെ അഹങ്കാരം പോകും, അസൂയ പോകും, ഉൾനാട്യം പോകും, അങ്ങനെ ഓരോ അസുഖങ്ങളും ഇങ്ങനെ പോവുക ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹീങ്ങളുമായി ബന്ധപ്പെടാനുള്ള തൗഫീക്ക് നമുക്ക് തരട്ടെ. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത്, ഖൗമുൻ ഒരു വിഭാഗം ആളുകൾ, അഖാമഹുമുൽ ഹഖ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നിർത്തിയിരിക്കുന്നു, ലി ഖിദ്മത്തിഹി, അള്ളാഹു തആലാക്ക് സേവനം ചെയ്യാൻ വേണ്ടിയിട്ട്. വ ഖൗമുൻ മറ്റു ചില ആളുകൾ, ഇഖ്തസഹും, അള്ളാഹു തആല അവരെ പ്രത്യേകമാക്കി, ബി മഹബ്ബത്തിഹി, അവന്റെ മഹബ്ബത്ത് കൊണ്ട്. ഇങ്ങനെ 2 ആൾക്കാർ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്, സംവിധാനിച്ചിട്ടുണ്ട്. ഈ ഹുബിന്റെ ആളുകളെ അത് ഇബാദത്ത് കൊണ്ട് കിട്ടുന്നതല്ല, അത് അള്ളാഹു തആല പ്രത്യേകമായി തിരഞ്ഞെടുക്കുന്ന ആളുകളാണ്. അള്ളാഹുവിന്റെ മഹൽ ഫളലാണ്, അള്ളാഹുവിന്റെ തൗഫീഖാണ്. അതുകൊണ്ടാണ് മഹാന്മാര് പറയുന്നത്, എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, തൗഫീഖിന് വേണ്ടി ദുആർക്കണം. അപ്പൊ ഈ തൗഫീഖ് എപ്പോഴാ കിട്ടുക? മഹാന്മാർ പറയുന്നു, റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ മതി. എന്നാ അള്ളാഹു തആല തൗഫീഖ് ഒരു മനുഷ്യന് വിശാലമാക്കി കൊടുക്കുന്ന. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.